നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. നാടുകടത്തൽ വിഷയത്തിൽ ട്രംപിനെ വിമർശിച്ചു മാർപ്പാപ്പ. അനധികൃത കുടിയേറ്റക്കാരോടുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയം മോശമായി അവസാനിക്കുമെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുന്നറിയിപ്പ്. US-ലുള്ള ബിഷപ്പുമാർക്ക് അയച്ച കത്തിലാണ് ട്രംപിന്റെ നയത്തെ മാർപ്പാപ്പ വിമർശിച്ചത്. അനധികൃത കുടിയേറ്റക്കാരെല്ലാം കുറ്റക്കാരല്ലെന്നും അദ്ദേഹം കത്തിൽ പറയുന്നു. അമേരിക്കയുടെ ചുവട് പിടിച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലിന് UK-യും ഒരുങ്ങുന്നു. ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും അധികം ആളുകൾ കുടിയേറിയിട്ടുള്ള രാജ്യങ്ങളിലൊന്നാണ് ബ്രിട്ടൻ. ഈ വിദ്യാർത്ഥികൾ വിസയിൽ UK-യിൽ എത്തിയിട്ടുള്ളവർക്ക് തൊഴിൽ ചെയ്യുന്നതിന് ഉൾപ്പെടെ നിയന്ത്രണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ യുണൈറ്റഡ് കിങ്ഡം ലേബർ ഗവൺമെൻറ്റാണ് അനധികൃതമായി ബ്രിട്ടനിൽ ജോലി ചെയ്യുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുന്നത്. ഇതിൻ്റെ ഭാഗമായി ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ, നെയിം ബാറുകൾ, കടകൾ, കാർ വാഷിംഗ് കേന്ദ്രങ്ങൾ തുടങ്ങിയവയിൽ അനധികൃതമായി ജോലി ചെയ്യുന്നവരെ കണ്ടെത്തുന്നതിനുള്ള പരിശോധനകൾ ആരംഭിച്ചു. അമേരിക്ക ഇന്ത്യക്കാരെ കുറ്റവാളികളെ പോലെ നാടുകടത്തിയത് ഇന്ത്യയോടുള്ള അനാദരവായി കാണാൻ ഭരണാധികാരികൾക്ക് നട്ടല്ലില്ലാതെ പോയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അനധികൃത കുടിയേറ്റം ആരോപിച്ച് അമേരിക്ക നാടുകടത്തിയ ഇന്ത്യക്കാരെ കയ്യിലും കാലിലും വിലങ്ങിട്ട് ബന്ധിച്ചത് മനുഷ്യത്വരഹിതമായ നടപടിയെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി അമേരിക്കയുടെ ഈ നടപടിയെ ന്യായീകരിക്കുകയാണ് ചെയ്തതെന്നും കുറ്റപ്പെടുത്തി. ജെറുസലേം ആസ്ഥാനമായി പലസ്തീൻ ഭരണകൂടം രൂപീകരിക്കണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. ഇതിനാവശ്യമായ നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങൾ മുന്നിട്ടിറങ്ങണമെന്നും പലസ്തീൻ്റെ മണ്ണ് കൈയടക്കി വെച്ചിരിക്കുന്നവർ തിരിച്ചു നൽകണമെന്നും ആവശ്യപ്പെട്ട അദ്ദേഹം വില കൊടുത്ത് വാങ്ങാൻ ഗസ റിയൽ എസ്റ്റേറ്റ് ഭൂമിയല്ലെന്നും പറഞ്ഞു. കേരള മുസ്ലിം ജമാഅത്ത് പദ്ധതി പ്രഖ്യാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വകാര്യ സർവകലാശാലകൾ സംസ്ഥാനത്ത് ആരംഭിക്കാൻ ഒരുങ്ങുന്നത് വിദ്യാഭ്യാസ കച്ചവടത്തിനല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തൃശ്ശൂരിൽ CPM ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF-ഉം സർക്കാരും ഒരു കാര്യം ചെയ്താൽ അത് സാമൂഹിക നീതി ഉറപ്പാക്കി മാത്രമേ ചെയ്യൂവെന്നും സ്വകാര്യ സർവകലാശാലകളിൽ പൊതുസംവരണം ഉണ്ടാകുമെന്നും ഇത് സംബന്ധിച്ച ചർച്ചകൾ തുടരുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. LDF-ഉം സർക്കാരും ചെയ്യുന്നതിന് അനാവശ്യമായി വിമർശിക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സ്വർണ്ണവില പവന് 64,000 കടന്നു. ഗ്രാമിന് 80 രൂപ വർദ്ധിച്ച് 8,060 രൂപയും പവന് 640 രൂപയും ഉയർന്ന് 64,480 രൂപയായി. വെറും 2 ദിവസം കൊണ്ട് 925 രൂപയാണ് പവൻ വിലയിൽ കൂടിയത്. ഈ മാസം ഇതുവരെ 2,840 രൂപ വർദ്ധിച്ചു. നിലവിലെ മുന്നേറ്റം തുടർന്നാൽ അധികം വൈകാതെ പവൻ വില 70,000 കടക്കുമെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. ബന്ദികളെ മുഴുവൻ വിട്ടയച്ചില്ലെങ്കിൽ വെടിനിർത്തൽ കരാർ റദ്ദാക്കുമെന്ന് ഹമാസിന് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ മുഴുവൻ ബന്ദികളും തിരിച്ചെത്തിയില്ലെങ്കിൽ എല്ലാ കരാറുകളും റദ്ദാക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. സാഹചര്യം വഷളമാകട്ടെ എന്നായിരുന്നു വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരോടുള്ള ട്രംപിന്റെ പ്രതികരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഫ്രാൻസിൽ ഊഷ്മളമായ സ്വീകരണം. ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ഇന്നലെ പാരീസിലെത്തിയ മോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോൺ ഒരുക്കിയ അത്താഴ വിരുന്നിലും പങ്കെടുത്തു. ഫ്രഞ്ച് പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ എലീസെ പാലസിലായിരുന്നു അത്താഴ വിരുന്ന്. എൻ്റെ സുഹൃത്ത് നരേന്ദ്രമോദിക്ക് പാരീസിലേക്ക് സ്വാഗതം എന്ന കുറിപ്പോടെ മോദിക്കൊപ്പമുള്ള ദൃശ്യങ്ങൾ ഇമാനുവൽ മക്രോൺ പങ്കുവച്ചു. കാട്ടാന ആക്രമണത്തിൽ സംസ്ഥാനത്ത് വീണ്ടും മരണം. വയനാട് സുൽത്താൻ ബത്തേരി നൂൽപ്പുഴയിലാണ് കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടത്. നൂൽപ്പുഴ കാപ്പാട് ഉന്നതിയിലെ മാനുവാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടാണ് മാനുവിനെ കാട്ടാന ആക്രമിച്ച് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങി തിരികെ വരുന്നതിനിടെയാണ് ആക്രമണമുണ്ടായത്. മനുവിനൊപ്പം ഭാര്യ ചന്ദ്രികയും സംഭവ കൂടെയുണ്ടായിരുന്നു. ആദ്യം ഇവരെ കാണാതായെങ്കിലും പിന്നീട് സുരക്ഷിതമായി കണ്ടെത്തി. ഇടുക്കി പെരുവന്താനം കൊമ്പൻപാറയിൽ കാട്ടാനാക്രമണത്തിൽ സോഫിയ എന്ന സ്ത്രീ ഇന്നലെ കൊല്ലപ്പെട്ട സംഭവത്തിന് പിന്നാലെയാണിപ്പോൾ വയനാട്ടിലും കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്നത്. വന്യമൃഗ ശല്യത്തിൽ മലയോര ജനത പൊറുതിമുട്ടിയെന്ന് ബെസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ പറഞ്ഞു. മലയോര ജനതയെ സംരക്ഷിക്കാൻ കഴിയുന്നില്ലെന്നും അതിനുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ടെന്നും കത്തോലിക്ക ബാവ പറഞ്ഞു. നഷ്ടപരിഹാരമല്ല, പ്രശ്നപരിഹാരമാണ് വേണ്ടതെന്നും കാട്ടുമൃഗങ്ങൾ എന്ന പ്രയോഗം ഇന്ന് അപ്രസക്തമായി കഴിഞ്ഞുവെന്നും കാട്ടിലെ മൃഗങ്ങൾ മുഴുവൻ നാട്ടിലാണെന്നും മനുഷ്യൻ്റെ അധ്വാനം മുഴുവൻ മൃഗങ്ങൾ നശിപ്പിക്കുന്നുവെന്നും കത്തോലിക്ക ബാവ വിമർശിച്ചു. സംസ്ഥാനത്തെ സ്വകാര്യ സർവകലാശാല അനിവാര്യമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. ഇത് കാലത്തിന് അനുസരിച്ചുള്ള നയം മാറ്റമാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി.
ഇനിയും സ്വകാര്യ സർവകലാശാലകൾക്ക് അയിത്തം കൽപ്പിക്കേണ്ടതില്ലെന്നും SFI യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കുമെന്നും ബില്ലുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പാതിവില തട്ടിപ്പ് കേസിലെ പ്രതിയായ ആനന്ദകൃഷ്ണൻ സമാഹരിച്ച പണം മുഴുവൻ ആദ്യഘട്ടത്തിൽ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാൻ ഉപയോഗിച്ചുവെന്ന് അനന്തു മൊഴി നൽകി. ബാക്കി വന്ന തുക ഭൂമിയിലും വാഹനങ്ങളും വാങ്ങാൻ വിനിയോഗിച്ചുവെന്നും മൊഴി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ ജനപ്രതിനിധികളടക്കം പങ്ക് അന്വേഷിക്കണമെന്ന് പോലീസ് റിപ്പോർട്ടുണ്ട്. പാതിവില തട്ടിപ്പ് കേസിൽ അനന്തകൃഷ്ണൻ വിതരണം ചെയ്ത ഉൽപ്പന്നങ്ങൾ നിലവാരമില്ലാത്തവയെന്ന് കണ്ടെത്തൽ. നൽകിയ തയ്യൽ മെഷീൻ 6 മാസത്തിനകം ഉപയോഗശൂന്യമായെന്നും കൊച്ചി ഞാറയ്ക്കല്ലിലും നിരവധി സ്ത്രീകൾക്ക് പണം നഷ്ടപ്പെട്ടുവെന്നും വെള്ളക്കെട്ട് ഉള്ള സ്ഥലങ്ങളിൽ ബൈക്ക് വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയെന്നും റിപ്പോർട്ടിലുണ്ട്. പാതിവില തട്ടിപ്പിൽ അനന്തകൃഷ്ണനും അനന്തകുമാറിനുമെതിരെ കൂടുതൽ കേസ്. 918 പേരിൽ നിന്ന് 6,32,00,000 തട്ടിയെന്ന പരാതിയിൽ കോഴിക്കോട് ഫറൂഖ് പോലീസ് കേസെടുത്തു. ഇതിനിടെ അനന്തകുമാറിനെ വിശ്വസിച്ചാണ് പണം നൽകിയതെന്ന വെളിപ്പെടുത്തലുമായി ഇടുക്കിയിലെ സീഡ് സൊസൈറ്റി അംഗങ്ങൾ രംഗത്തെത്തി. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം തന്നെ വേണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു. അപ്പീലിൽ വീണ്ടും വാദം കേട്ട ഡിവിഷൻ ബെഞ്ച് ഹർജി വിധി പറയാനായി മാറ്റി. CBI അന്വേഷണമില്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമെങ്കിലും വേണമെന്ന് കുടുംബത്തിനായി ഹാജരായ അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ CBI അന്വേഷണമെന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ക്രൈംബ്രാഞ്ച് അന്വേഷണം തങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ഭാര്യ മഞ്ജുഷ അടക്കമുള്ളവർ നിലപാടെടുത്തു. CPM തൃശൂർ ജില്ലാ സെക്രട്ടറിയായി KV അബ്ദുൽ ഖാദറിനെ തെരഞ്ഞെടുത്തു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടിയെ ഒരുക്കുക എന്ന വെല്ലുവിളിയാണ് മുന്നിലുള്ളതെന്നും പാർട്ടി ഏൽപ്പിച്ച ചുമതല നിറവേറ്റുമെന്നും അബ്ദുൽ ഖാദർ പറഞ്ഞു. സഹകരണ മേഖലയിൽ ആക്ഷേപം ഉണ്ടാകാതിരിക്കാൻ ജാഗ്രത തുടരുമെന്നും അബ്ദുൽ ഖാദർ പ്രതികരിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ UDF സർക്കാരുകൾ കൊണ്ടുവന്ന പുരോഗമനകരമായ എല്ലാ മാറ്റങ്ങളെയും അന്ധമായി എതിർക്കുകയും പിന്നീട് അശ്ലേഷിക്കുകയും ചെയ്ത ചരിത്രമാണ് CPMനുള്ളതെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ MP പറഞ്ഞു. CPMന്റെ അപരിഷ്കൃത നയങ്ങൾ മൂലം യുവജനങ്ങൾ വിദ്യാഭ്യാസത്തിനും തൊഴിലിനും വേണ്ടി കേരളത്തിൽ നിന്നും പലായനം ചെയ്യുമ്പോൾ സ്വകാര്യ സർവകലാശാല തുടങ്ങാനുള്ള തീരുമാനം വൈകി ഉദിച്ച വിവേകമാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്വകാര്യ സർവകലാശാലകളിൽ സാമൂഹിക നീതിയും മെറിറ്റും ജനാധിപത്യാവകാശങ്ങളും ഉറപ്പാക്കണമെന്ന് SFI. വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉയർന്നുവരുന്ന ആശങ്കകൾ അനുഭാവപൂർവ്വം പരിഗണിച്ചും വിദ്യാർത്ഥി സംഘടനകളോട് ചർച്ച ചെയ്തും മാത്രമേ സ്വകാര്യ സർവകലാശാല ബിൽ നിയമസഭ പാസാക്കാൻ പാടുള്ളൂ എന്ന് സംസ്ഥാന സർക്കാരിനോട് SFI സംസ്ഥാന പ്രസിഡന്റ് K അനുശ്രീ, PM അർഷോ എന്നിവർ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. കച്ചവടം ഉറപ്പിക്കാനാണ് പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂർ CPM ജില്ലാ സമ്മേളനത്തിന്റെ സമാപനത്തോട് അനുബന്ധിച്ച് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു അമേരിക്ക സന്ദർശിച്ചതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുന്നതെന്നും 2 സന്ദർശനങ്ങളും സന്ദർശനമായി കാണാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.